ഈ മാങ്കൂട്ടത്തിനെതിരായ കേസിൽ ക്രൈംബ്രാഞ്ചിന്റെ മുൻപിലുള്ള അന്വേഷണ സംഘത്തിന്റെ മുൻപിലുള്ള ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് ഇയാളുടെ കയ്യിൽ നിന്ന് ഉപദ്രവങ്ങൾ ഏറ്റുവാങ്ങിയ പെൺകുട്ടികളാരും പരാതിയുമായി രംഗത്ത് വന്നിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ആരോപണങ്ങൾ ഇങ്ങനെ ഒരുപാട് നിൽക്കുന്നുണ്ട്, അതുമായി ബന്ധപ്പെട്ട വസ്തുതകളുണ്ട്, തെളിവുകളുണ്ട്. പക്ഷേ പരാതികളുമായി ഇരകളാക്കപ്പെട്ട പെൺകുട്ടികൾ രംഗത്ത് വരാത്തത് ഒരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ക്രൈംബ്രാഞ്ച് വളരെ പ്രധാനപ്പെട്ട ഒരു നിയമോപദേശത്തിന്റെ ആവശ്യകതയിലേക്ക് പോയിരിക്കുകയാണ്. ക്രൈംബ്രാഞ്ച് നിയമോപദേശം തേടിയിരിക്കുന്നത് ഈ കാര്യത്തിലാണ്. അതായത് ഈ യുവനടി റിനി ആൻഡ് ജോർജ് അവരുടെ മൊഴിയിൽ ഉറച്ചു നിൽക്കുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിലെ പേര് പറഞ്ഞില്ല എന്നേ ഉള്ളായിരുന്നു. പക്ഷേ അവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിരുന്നു. അവർ മൊഴി നൽകുകയും ചെയ്തിട്ടുണ്ട്. മൊഴി നൽകുക മാത്രമല്ല, ഈ രാഹുൽ മാങ്കൂട്ടം ആ പെൺകുട്ടിക്ക് അയച്ച സന്ദേശങ്ങളുടെ പകർപ്പുകളൊക്കെ അന്വേഷണ സംഘത്തിന് നൽകിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ പെൺകുട്ടി വെളിപ്പെടുത്തൽ നടത്തിയതിനു ശേഷമായിരുന്നല്ലോ ഈ പറയുന്ന വലിയ നീക്കങ്ങളൊക്കെ കേരളം കണ്ടത്. ആ വെളിപ്പെടുത്തലിന് ശേഷം രാഹുൽ മാങ്കൂട്ടം ആ പെൺകുട്ടിക്ക് അയച്ച എല്ലാ സന്ദേശങ്ങളും, അവരെ സ്റ്റോക്ക് ചെയ്തതും അവരെ ഇതിൽ നിന്ന് പിന്മാറണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഭീഷണികളും ഇതെല്ലാം അന്വേഷണ സംഘത്തിന് കൈമാറിയിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ആ പെൺകുട്ടിയുടെ മൊഴി പരാതിയായി പരിഗണിക്കാൻ പറ്റുമോ എന്ന നിയമോപദേശമാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് തേടിയിരിക്കുന്നത്. വാർത്തയുടെ വിവരങ്ങൾ നൽകാനായി തിരുവനന്തപുരത്ത് നിന്ന് കമലേഷ് നമ്മളോടൊപ്പം ചേരുകയാണ്. നോക്കാം ക്രൈംബ്രാഞ്ചിന്റെ അടുത്ത നീക്കം എങ്ങനെയാണെന്ന്. കമലേഷ്, ഗുഡ് മോർണിംഗ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ അന്വേഷണ സംഘത്തിന് മുൻപിലുള്ള വെല്ലുവിളി ഇരകളാക്കപ്പെട്ട പെൺകുട്ടികൾ ആരും പരാതി നൽകാത്തതാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ റിനി ആൻഡ് ജോർജിന്റെ മൊഴി പരാതിയായി പരിഗണിക്കാൻ പറ്റുമോ എന്നാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് സാധ്യതകൾ തേടുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണോ നിയമോപദേശം തേടിയിരിക്കുന്നത്? വെരി ഗുഡ് മോർണിംഗ് മനു സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഈ റിനി ആൻഡ് ജോർജിന്റെ പരാതിയാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗികാരോപണ വിവാദം ആരംഭിക്കുന്നതിന് മുൻപ് ഏറ്റവും ആദ്യമായി ഒരു പരാതിയായി വരുന്നത് റിനിയുടെ പരാതിയാണ്. പരാതിയല്ല, റിനിയുടെ ചില വെളിപ്പെടുത്തലുകളാണ്. ആ വെളിപ്പെടുത്തലുകളുടെ പശ്ചാത്തലത്തിലാണ് മറ്റ് ആളുകൾ ഉൾപ്പെടെ ഇതിനകത്ത് ധൈര്യപൂർവ്വം ഇക്കാര്യങ്ങൾ പറയാനും ചില അനുഭവങ്ങളൊക്കെ ചില പെൺകുട്ടികൾ പങ്കുവെച്ച് പുറത്തേക്ക് വരികയൊക്കെ ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇതിലിപ്പോൾ നിലവിൽ ക്രൈംബ്രാഞ്ച് വളരെ കാര്യക്ഷമമായ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. പരമാവധി തെളിവുകൾ ശേഖരിക്കാനുള്ള ശ്രമങ്ങളാണ് ക്രൈംബ്രാഞ്ച് നടത്തുന്നത്. ആ നിലയിലുള്ള പലതരത്തിലുള്ള തെളിവുകൾ, അതായത് ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെ ചില ആശുപത്രി രേഖകൾ ഉൾപ്പെടെ, അതായത് 2 പെൺകുട്ടികളെ ഗർഭഛിദ്രത്തിന് നിർബന്ധിച്ച് വിധേയയാക്കിയിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ. അതിൻ്റെ ആശുപത്രി രേഖകൾ ഉൾപ്പെടെ ക്രൈംബ്രാഞ്ച് ശേഖരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതിൽ ക്രൈംബ്രാഞ്ച് നേരിടുന്ന വലിയൊരു വെല്ലുവിളി എന്ന് പറയുന്നത് ഇരകളാക്കപ്പെട്ട ആരും തന്നെ പരാതിയുമായി രംഗത്തെത്തിയിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ പലരുടെയും മൊഴി ഇതിനകത്തുണ്ട്, പക്ഷേ പരാതിയായി ആരും അത് നൽകിയിട്ടില്ല എന്നുള്ളതാണ് വലിയൊരു പ്രതിസന്ധി എന്ന് പറയുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ റിനിയുടെ മൊഴി, അതായത് മൊഴി എന്ന് പറയുന്നത് പരാതിക്ക് സമാനമായ മൊഴി തന്നെയാണ് റിനി നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ മൊഴി പരാതിയായി പരിഗണിക്കാൻ കഴിയുമോ എന്ന തരത്തിലുള്ള നിയമോപദേശം തേടാനുള്ള അല്ലെങ്കിൽ അത്തരം ആലോചനകളാണ് ക്രൈംബ്രാഞ്ച് നടത്തുന്നത്. നേരത്തെ തന്നെ ചില ആളുകളെല്ലാം തന്നെ ക്രൈംബ്രാഞ്ചിനോട് ഉൾപ്പെടെ വ്യക്തമാക്കിയിട്ടുള്ളത് പരാതി നൽകാനോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള നിയമ നടപടിക്കോ തങ്ങൾ ഒരുക്കമല്ല, പക്ഷേ ക്രൈംബ്രാഞ്ചിന് മുന്നിൽ മൊഴി നൽകാൻ തയ്യാറാണ് എന്ന തരത്തിൽ നേരത്തെ തന്നെ ചില ഇരകളാക്കപ്പെട്ട ആളുകൾ ഉൾപ്പെടെയും മറ്റ് ഇതുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള അനുഭവങ്ങളുള്ള സ്ത്രീകളും തയ്യാറായിട്ടുണ്ട്. അത്തരത്തിലുള്ള മൊഴികളാണ് നിലവിൽ ക്രൈംബ്രാഞ്ചിൻ്റെ മുന്നിലുള്ളത് എന്നുള്ളതാണ് നിലവിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഇരകളുടെ പരാതി ഇതിനകത്തില്ല എന്നുള്ളതാണ് വലിയ ഒരു പ്രതിസന്ധിയായി ക്രൈംബ്രാഞ്ചിന് മുന്നിൽ നിൽക്കുന്നത്. അതേസമയം തെളിവുകളെല്ലാം രാഹുലിനെതിരായി ക്രൈംബ്രാഞ്ചിന്റെ പക്കലുണ്ട്. ഒരു പരാതിയാണ് ഇല്ലാത്തത് എന്നുള്ളതാണ് ഏറ്റവും സവിശേഷമായ ഈ കേസിലെ സാഹചര്യം എന്ന് പറയുന്നത്. അതോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഇത് കോൺഗ്രസിനകത്തും വലിയ പടലപ്പിണക്കങ്ങൾക്ക് തുടക്കമിട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസമാണ് കോൺഗ്രസിലെ ഒരു വനിതാ നേതാവ് ഇത് സംബന്ധിച്ച ഒരു മൊഴി നൽകിയിട്ടുള്ളത്. കോൺഗ്രസിനകത്തെ തന്നെ ചില ഉന്നത നേതാക്കൾ, ഉയർന്ന നേതാക്കളെല്ലാം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ചില പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നുണ്ട് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ മൊഴി നൽകുന്ന നിലയിലേക്ക് ചില വനിതാ കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെ വരുന്ന സാഹചര്യമുണ്ട്. ഏതായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് വളരെ കാര്യക്ഷമമായ അന്വേഷണത്തിലാണ് ക്രൈംബ്രാഞ്ച് സംഘമുള്ളത്. ഇതിന്റെ ഭാഗമായിട്ടാണ് നിലവിൽ ഒരു പരാതി ഇല്ലാത്ത സാഹചര്യത്തിലും ഈ കേസ് അന്വേഷണം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ള തരത്തിലുള്ള ആലോചനകൾ തന്നെയാണ് നടത്തുന്നത്. അതിന് ഈ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇന്നലെ റിനി ആൻഡ് ജോർജിന്റെ മൊഴി, ഈ പെൺകുട്ടിയുടെ യുവനടിയുടെ മൊഴി രേഖപ്പെടുത്തിയപ്പോൾ വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ പെൺകുട്ടിയെ സ്റ്റോക്ക് ചെയ്തുകൊണ്ട് ഇയാൾ അയച്ച സന്ദേശങ്ങളടക്കം കൈമാറിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. അതുമാത്രമല്ല, അവർക്കറിയാവുന്ന എല്ലാ കാര്യങ്ങളും, ഏത് സാഹചര്യത്തിലാണ് വെളിപ്പെടുത്തൽ നടത്തിയത്, എന്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇത്തരത്തിലൊരു തുറന്നു പറച്ചിൽ നടത്തേണ്ടി വന്നത് തുടങ്ങിയതെല്ലാം അന്വേഷണ സംഘത്തിന് മുൻപിൽ കൈമാറിയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ ഇതുവരെ കേൾക്കാത്ത തരത്തിലുള്ള കുറേ ഡിജിറ്റൽ തെളിവുകളും അന്വേഷണ സംഘത്തിന്റെ കൈകളിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന് അറിയാൻ കഴിയുന്നു.
മനു, തീർച്ചയായും അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്തെന്നാൽ ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ അല്ലെങ്കിൽ ചില ആളുകളെല്ലാം വെളിപ്പെടുത്തൽ നടത്തുമ്പോൾ ഉൾപ്പെടെ പുറത്തു വിടാതിരുന്ന പലതരത്തിലുള്ള ചാറ്റുകളും മറ്റ് കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ അവർക്ക് നൽകാൻ കഴിയാത്ത തരത്തിലുള്ള സാധനങ്ങളൊക്കെ അവർ അന്വേഷണ സംഘത്തിന് മുൻപിൽ നൽകുന്നുണ്ട് എന്നുള്ളതാണ് നിലവിലെ ഒരു സാഹചര്യം. അത് കേസന്വേഷണത്തെ വളരെ അനുകൂലമായി ഭവിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും മനു സൂചിപ്പിച്ചതുപോലെ തന്നെ പലതരത്തിലുള്ള, അതായത് ഈ ഇരകളാക്കപ്പെട്ട ആളുകളുടെ എണ്ണം പോലും ഇവിടെ നമ്മളിപ്പോൾ കണ്ടതൊന്നുമല്ല. അതിനപ്പുറത്തേക്ക് കൂടുതൽ ആളുകളെ ഈ തരത്തിൽ ദ്രോഹിച്ചിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ അവരെ ആരും ഇതുവരെയും പരാതിയുമായോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള വെളിപ്പെടുത്തലുമായോ രംഗത്തെത്തിയിട്ടില്ല എന്നുള്ളതാണ് നിലവിലെ സാഹചര്യം. ഏതായാലും നിലവിലുള്ള പരാതികൾ, അതായത് ഒരു 10ഓളം പരാതികൾ നിലവിലിപ്പോൾ വിവിധ അന്വേഷണ ഏജൻസികളുടെ മുന്നിൽ ഉണ്ട് എന്നുള്ളതാണ്. ക്രൈംബ്രാഞ്ചിൻ്റെ മുന്നിൽ തന്നെ നിരവധിയായ പരാതികളുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പരാതി എന്ന് പറയുന്നത് ഈ നേരത്തെ AH ഹാഫിസ് ഉൾപ്പെടെയുള്ള ആളുകൾ പരാതി നൽകിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് പൊതുപ്രവർത്തകനാണ് അദ്ദേഹം. അത് സംബന്ധിച്ച് ക്രൈംബ്രാഞ്ചിന് മുന്നിൽ പെൻഡ്രൈവിലാക്കി ചില ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെ കൈമാറിയിട്ടുണ്ട്. ക്രൈംബ്രാഞ്ചിന് മുന്നിൽ ഹാജരായി മൊഴി നൽകിയിട്ടുണ്ട്. ആ നിലയിലുള്ള ഒരു മൂന്നാം കക്ഷികളുടെ പരാതികളെല്ലാം ഉണ്ട്, അതിൻ്റെ മൊഴികളുണ്ട്, തെളിവുകളുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഇരകളുടെ പരാതി ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ്. അതിൽ എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് നിലവിലിപ്പോൾ അന്വേഷണ സംഘം ആലോചിക്കുന്നത്. അത് സംബന്ധിച്ച് നിയമോപദേശം തേടാനുള്ള ഒരു തീരുമാനത്തിലേക്കാണ് പോകുന്നത്. അതായത് നിയമോപദേശം തേടിയിരിക്കുകയാണ്, ഇനി എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ളത്. ഇതിൽ ഈ ഇരകളാക്കപ്പെട്ട ആളുകളുടെ മൊഴി പരാതിയായി പരിഗണിക്കാൻ കഴിയുമോ, അത് പരാതിയാക്കിക്കൊണ്ട് കേസന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിലാണ് നിയമോപദേശം തേടിയിട്ടുള്ളത്. ഈ നിയമോപദേശത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇനി രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ചോദ്യം ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് അന്വേഷണ സംഘം കടക്കുക. മനു, തീർച്ചയായും അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ കമലേഷ് പറഞ്ഞത്, കമലേഷ്, ഇതിനിടയിൽ ഈ മാങ്കൂട്ടത്തിനെ വെളുപ്പിക്കാൻ വല്ലാതെ ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ഇതിൽ രാഹുൽ ഈശ്വരൻ പുറത്തുവിട്ട ഒരു വീഡിയോയും ഓഡിയോയും ഒക്കെ കണ്ടു കാണുമല്ലോ അല്ലേ? വെളുപ്പിക്കാൻ ശ്രമിച്ചതാണ്, പക്ഷേ വല്ലാതെ തിരിഞ്ഞത് ഉൾട്ടയടിക്കുന്നതാണ് കാണാൻ പറ്റിയത്. അപ്പോൾ നേരെ തിരിഞ്ഞ് മാങ്കൂട്ടത്തിനെതിരെ തന്നെ വന്നിരിക്കുകയാണ്. ആ വീഡിയോ അല്ലെങ്കിൽ ആ ഓഡിയോ കേട്ടപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയത്, അതിൽ മാങ്കൂട്ടത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ വല്ലാതെ ട്രോമയിലാണ്, ഞാൻ ആയതുകൊണ്ടാണ് പിടിച്ചു നിൽക്കുന്നത്. നോക്കൂ, അയാളെ ഇപ്പോഴും മഹത്വവൽക്കരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പെൺകുട്ടികൾ അനുഭവിച്ച ട്രോമ എന്താണെന്ന് ഈ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഇത്തരം ക്രിമിനൽ മെന്റാലിറ്റി ഉള്ള ആ MLAക്ക് അറിയുമോ? അയാൾ ഇപ്പോഴും പറയുന്നത് എന്താണ്? ഞാൻ ട്രോമയിലാണ്, എനിക്ക് പാരസെറ്റാമോളും സിട്രസിനും ഒന്നും കഴിക്കാതെ ഉറങ്ങാൻ പറ്റുന്നില്ല എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും അയാളുടെ മാനസികാവസ്ഥയിൽ ഒരു കടുകിട പോലും മാറ്റം വന്നിട്ടില്ല. ഇത്രയധികം വെളിപ്പെടുത്തലുകൾ വന്നിട്ട്, തെളിവുകൾ പുറത്തു വന്നിട്ട് ഇപ്പോഴും പഴയ രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെ നിൽക്കുന്നുവോ അവിടെ തന്നെ അയാൾ നിൽക്കുകയാണ്, ഈ വെളിപ്പെടുത്തലുകളൊക്കെ വന്നതിന് ശേഷവും. മനു, തീർച്ചയായും അത് ചില മാനസികാരോഗ്യ വിദഗ്ധർ ഉൾപ്പെടെ ആ വിഷയത്തിൽ ചില അഭിപ്രായങ്ങൾ പറഞ്ഞത് ശ്രദ്ധേയമാണ്. അത് മനു കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എങ്ങനെയാണ്, അതായത് ഇത്രയും വലിയ ഒരു പ്രതിസന്ധിയിൽ നിന്നിട്ട് പോലും ഒരു കൂസലുമില്ലാതെ മാധ്യമങ്ങളോട് നേരത്തെ അതിനു മുൻപ് എങ്ങനെ സംസാരിച്ചുവോ അതേ മാനസികാവസ്ഥയിൽ ഒരാൾക്ക് എങ്ങനെ സംസാരിക്കാൻ കഴിയുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ് എന്നുള്ളതാണ്. പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ അത്ര കൂളായി മാധ്യമങ്ങളോട് സംസാരിക്കാൻ, പഴയ അതേ മാനറിസങ്ങളോടുകൂടി, പഴയ അതേ ഒരു ഭാവങ്ങളോടുകൂടി തന്നെ മാധ്യമങ്ങളോട് സംസാരിക്കാൻ എങ്ങനെ കഴിയുന്നു എന്നുള്ളത് അതൊരു മാനസിക പ്രശ്നമാണ് എന്ന നിലയിലേക്ക് ഉൾപ്പെടെ ചില ആളുകൾ അഭിപ്രായ പ്രകടനം നടത്തുന്നത് കണ്ടു. അല്ലെങ്കിൽ അതൊരു ക്രിമിനൽ മൈൻഡോട് കൂടിയുള്ള മനുഷ്യർ പെരുമാറുന്ന രീതിയാണ്. താൻ ഈ ചെയ്ത കാര്യങ്ങളിലൊന്നും ഒരു കുറ്റബോധവും ഇല്ല, അതിലൊരു പശ്ചാത്തലം ക്രിമിനലിസം അല്ലെങ്കിൽ ഒരു കൊടും കുറ്റവാളിയുടെ ചേഷ്ടകൾ എന്ന രീതിയിൽ തന്നെയാണ് അതിനെ കാണുന്നത്. നമ്മളതിനെ മാനസികം എന്ന രീതിയിലേക്ക് മാറ്റിയാൽ ചിലപ്പോൾ അത് ന്യായീകരണത്തിന്റെ പുതിയ വേർഷനായി അവതരിപ്പിക്കാൻ സാധ്യതയുണ്ട്. ഇല്ല മനു, ഞാൻ പറഞ്ഞു വരുന്നത് അത് തന്നെയാണ്. അതായത് ഒരു ക്രിമിനൽ ബുദ്ധിയുള്ള ഒരാളുടെ അല്ലെങ്കിൽ ഒരു ക്രിമിനൽ മൈൻഡുള്ള ഒരാളുടെ മാനസികാവസ്ഥയെ സൂചിപ്പിക്കുന്ന നിലയിൽ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ആ നിലയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ വരുന്നത്. അന്ന് ഈ വിഷയങ്ങൾ അത്രയും വന്നതിന് ശേഷവും മാധ്യമപ്രവർത്തകർക്ക് മുന്നിലെത്തി ചില വെല്ലുവിളികളൊക്കെ നടത്തുന്നത്, ഹൂ കെയേഴ്സ് എന്നുൾപ്പെടെ പറയുന്നത് അതിന് തൊട്ട് അടുത്ത ദിവസങ്ങളിലാണ്, ഈ പ്രശ്നങ്ങളൊക്കെ വന്നതിന് ശേഷം. അപ്പോൾ അത്രമേൽ ആ ആൾക്ക് അങ്ങനെ പ്രതികരിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് എന്ത് തരം മാനസികാവസ്ഥയുടെ പുറത്തായിരിക്കും എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള പഠനങ്ങൾ തന്നെ നടക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും ആ നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതിനുശേഷവും
ഈ ചെയ്ത കാര്യങ്ങളിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു പശ്ചാത്താപം രാഹുൽ മാങ്കൂട്ടത്തിന് വന്നിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് അതിനുശേഷമുള്ള അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മനു സൂചിപ്പിച്ചത് രണ്ട് തരത്തിലുള്ള ട്രോമകളാണ്. ഒന്ന് ഈ ഇര അനുഭവിക്കുന്ന ട്രോമയും ഒന്ന് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ അനുഭവിക്കുന്ന ട്രോമയും എന്നുള്ളത് രണ്ടും ട്രോമ തന്നെയാണ്. പക്ഷേ വ്യത്യാസം എന്ന് പറയുന്നത് ഇര അനുഭവിക്കുന്ന ട്രോമ എന്ന് പറയുന്നത് ഒരു അധികാര സ്ഥാനത്തിരിക്കുന്ന ഒരാളുടെ പീഡനങ്ങളിൽ നിന്ന് ഒന്നും ചെയ്യാനാകാതെ അത് ഒറ്റയ്ക്ക് സഹിച്ച് ജീവിക്കുന്നതിൻ്റെ ട്രോമയാണ് ഇരയുടെ ട്രോമ എന്ന് പറയുന്നത്. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ട്രോമ എന്ന് പറയുന്നത് താൻ ചെയ്ത കള്ളത്തരങ്ങൾ അല്ലെങ്കിൽ ക്രൂരതകൾ പുറം ലോകം അറിയുമോ എന്ന ഭയത്തിൻ്റെ പുറത്തുള്ള ട്രോമയാണ്. ഇത് രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അത് തിരിച്ചറിയാൻ കഴിയുന്നു ആളുകൾക്ക് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെയാണ് ഈ വെളുപ്പിക്കൽ ശ്രമങ്ങളിൽ ഉൾപ്പെടെ പറയുന്ന ഈ ട്രോമയെക്കുറിച്ച് മനുഷ്യർക്ക് നന്നായി ബോധ്യമുള്ളത്. അതുകൊണ്ട് തന്നെയാണ് മനു സൂചിപ്പിച്ചതുപോലെ തന്നെ വെളുപ്പിക്കാൻ ശ്രമിച്ചിട്ട് പോലും അത് പാളിപ്പോകുന്നത്, തിരിച്ചടിയാകുന്നത് എന്നുള്ളത് ആളുകൾക്ക് ഈ രണ്ട് ട്രോമകളെയും തിരിച്ചറിയാൻ കഴിയുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഏതായാലും ആ നിലയിലുള്ള പ്രതികരണങ്ങൾ തന്നെയാണ് ഇപ്പോഴും വരുന്നത്. കോൺഗ്രസിനകത്ത് തന്നെയും ഇത് വലിയ ഒരു വിഷയമായി ഉയർന്നു വന്നിട്ടുണ്ട്. പക്ഷേ അതേസമയം കോൺഗ്രസിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എന്തെങ്കിലും ഒരു നടപടി എടുക്കേണ്ട പ്രധാനപ്പെട്ട നേതാക്കൾക്ക് രാഹുൽ മാങ്കൂട്ടത്തിന് എല്ലാ സഹായവും എല്ലാ പശ്ചാത്തല സൗകര്യവും ഒരുക്കിക്കൊടുത്ത നേതാക്കൾക്കും ഇത് സംബന്ധിച്ച് ഒരു കൂസലുമില്ല എന്നുള്ളതാണ്. അവരും വളരെ സ്വാഭാവികമായി തന്നെ ഇതിനോട് പ്രതികരിക്കുകയാണ്. വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള ആളുകൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടിയെടുത്തപ്പോൾ പറഞ്ഞത് നമ്മുടെ ഓർമ്മയിലുണ്ട്. വലിയ മാനസിക പ്രയാസത്തോടെ വലിയ ഹൃദയവേദനയോടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടിയെടുത്തത്, അല്ലെങ്കിൽ ഈ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറാൻ ആവശ്യപ്പെട്ടത് എന്നതുൾപ്പെടെയുള്ള പ്രതികരണങ്ങൾ ആരുടെ കൂടെ നിൽക്കുന്നു ഇവർ എന്നുള്ളതിൻ്റെ സൂചന തന്നെയാണ്. ഏതായാലും ഈ വിഷയത്തിൽ അന്വേഷണം കാര്യക്ഷമമായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമങ്ങളാണ് ക്രൈംബ്രാഞ്ചിൻ്റെ ഭാഗത്തു നിന്നുള്ളത്. ഏതായാലും ഇങ്ങനെ ഒരു ക്രൈമല്ല, ഇങ്ങനെ നിരവധി ക്രൈമുകൾ നടന്നിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതിൽ തെളിവുകൾ വളരെ കൃത്യമായി അന്വേഷണ സംഘത്തിന് മുന്നിലുണ്ട്. ഇതിലിപ്പോൾ ഇരകളുടെ പരാതിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ലഭ്യമാക്കാൻ കഴിയുമോ എന്നുള്ള ആലോചനകളും നിയമോപദേശം തേടലും ഒക്കെയാണ് അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ആ നിലയിലുള്ള കാര്യങ്ങളാണ് പുരോഗമിക്കുന്നത്. മനു.